മാസക്കാലമായി ഈ പ്രവർത്തികളെ പലവിധത്തിൽ ആക്രമിക്കാനും നിരാശപ്പെടുത്താനും ദുരന്തബാധിതരെ പലവിധത്തിൽ ആശങ്കപ്പെടുത്താനുമുള്ള എത്രയോ ശ്രമങ്ങൾ നടക്കും. ആരോടാണ് ഈ വിരോധം തീർക്കുന്നത് എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല. അത്യന്തികമായി ഇത് ചെന്ന് കൊള്ളുന്നത് എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ ഹൃദയത്തിലേക്കാണ്. അവരെ സഹായിക്കാനാണ് എങ്കിൽ അത്തരത്തിൽ തെറ്റായ പ്രചരണങ്ങൾ എത്രയോ ഘട്ടങ്ങളിൽ നടക്കുന്നത് നമ്മൾ കണ്ടു. തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇവിടെ വാടകയൊക്കെ കൊടുക്കും. നമ്മൾ പല മലകളിലും കണ്ടതല്ലേ, പുത്തുമലയിലും ഉൾപ്പെടെ ഒരു വാടകയും സ്ഥായിയായി കൊടുക്കാൻ പോകുന്നില്ല. എന്താണ് സ്ഥിതി? ആഗസ്റ്റ് 2024 813 കുടുംബങ്ങൾക്ക് വാടക കൊടുത്തത് മുതൽ ഈ ഡിസംബർ മാസത്തിൽ 425 കുടുംബങ്ങൾക്ക് കൊടുത്ത വാടക ഉൾപ്പെടെ ഒരു മാസത്തെ വാടക പോലും മുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു ദുരന്തഘട്ടത്തിൽ അവസാനത്തെ പോയിന്റ് വരെ വാടക മുടങ്ങാതെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു ദുരന്ത നിവാരണ ഘട്ടമല്ലേ ഈ ഘട്ടം? ആർക്കാണ് അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താൻ പറ്റുക? പിന്നെ പറഞ്ഞു, നമ്മൾ ഒരിടത്തും കാണാത്ത നിരവധി പ്രത്യേകതകൾ ഈ ദുരന്ത ഭൂമിയിൽ നമ്മൾ കാണും. 300 രൂപ വെച്ചുള്ള ദിനപത്ത, ജീവനോപാധി ജോലി നഷ്ടപ്പെട്ട ആളുകൾക്ക് അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സൗകര്യം ഒരുക്കും വരെ 300 രൂപ ഒരു കുടുംബത്തിന് 2 പേർക്ക് വീതം കൃത്യമായി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ 3 മാസത്തേക്കാണ് SDRFിൻ്റെ സാധാരണ നിലയിലുള്ള ആനുകൂല്യം കിട്ടുക. ആ 3 മാസക്കാലത്തേക്ക് കൊടുത്തു, വീണ്ടും 3 മാസക്കാലത്തേക്ക് കൊടുത്തു, പിന്നെ 9 മാസക്കാലത്തേക്ക് അത് നീട്ടി. ഇപ്പോൾ ഗവൺമെൻറ് വീണ്ടും അത് 6 മാസത്തേക്കോ അതോ വീടുകൾ ഏൽപ്പിച്ച് താക്കോൽ കൈമാറുന്നത് വരെയുള്ള കാലത്തേക്കോ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു. ചില ആളുകൾ ചോദിച്ചു, ഡിസംബർ മാസത്തിൽ കാലാവധി കഴിഞ്ഞു, ഇനി കിട്ടാൻ പോകുന്നില്ല, കിട്ടുന്നു എന്നുറപ്പിച്ചപ്പോൾ ചില ആളുകൾ ചോദിച്ചു, എന്നാൽ ജനുവരി മാസത്തിലേക്ക് ഓർഡർ ഇറക്കം വൈകിയത് എന്തേ കാര്യം? ഇത്രയേ പ്രശ്നമുള്ളൂ. ഏതെങ്കിലും വിധത്തിൽ ഇതിനെ അപായപ്പെടുത്തുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ. ജനുവരി മാസത്തിലെ 300 രൂപ വീതമുള്ള ആനുകൂല്യം 656 കുടുംബങ്ങളിലെ 1185 പേർക്ക് കൊടുക്കും. ഡിസംബർ മാസത്തിൽ കൊടുത്ത അതേ പണം തന്നെ പിന്നെ ജനുവരി മാസത്തിലും കൊടുക്കും. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞല്ലോ, 1.5 കൊല്ലം 300 രൂപ വീതം ഒരു കുടുംബത്തിന് 2 പേർക്ക് കൊടുത്ത ഒരു അനുഭവവും സമീപ ഭൂതകാലത്ത് മാത്രമല്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ദുരന്ത നിവാരണ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ.